ആലോചിക്കണം. ഇൻസിഡന്റ് നടന്നിരിക്കുന്ന 27-ാം തീയതി രാത്രി 10:30-ക്ക് ശേഷമാണ് ഇഷ്യൂ ഉണ്ടാവുന്നത്. 27-ാം തീയതി ബസ് ഓടിച്ച് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ എത്തുമ്പോൾ എത്ര പ്രാവശ്യം മൊബൈൽ ഫോണിൽ സംസാരിച്ചു, എത്ര മണിക്കൂർ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് പറ്റുന്ന പോലീസ് 10 മണിക്ക് ശേഷം ഈ പ്രതികളും കണ്ടക്ടറും മറ്റാൾക്കാരും ടവർ ലൊക്കേഷനിൽ ആരോടൊക്കെ സംസാരിച്ചു എന്ന് കണ്ടെത്തിയാൽ തന്നെ സുന്ദരമായിട്ട് ഇതിനകത്തുള്ള കോൺസ്പിറസി തെളിയും. ഏതൊക്കെ ഉന്നതര് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്നും ഈ വിഷയത്തിന് ആരൊക്കെ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടെന്നും സുഗമമായിട്ട് പോലീസിന് തിരിച്ചറിയാൻ പറ്റും. എന്തേ അത്തരത്തിലുള്ള അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇവരാരും തയ്യാറാവുന്നില്ല. യദുവിനെ ബസ്സിൽ നിന്ന് മാറ്റിയതിന് ശേഷം ആ മെമ്മറി കാർഡ് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ആ CCTV പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടക്ടർ പരിശോധിച്ചതായിട്ട് പുറത്തുള്ള CCTV ഫൂട്ടേജസ് വഴി പോലീസിന് മനസ്സിലാക്കിയിട്ടുള്ളതും പോലീസ് പറയുന്നുണ്ട്. എന്നിട്ടും അത്തരത്തിൽ ആ കണ്ടക്ടറുടെ ഫോൺ കോൾ പരിശോധിക്കുക, CDR എടുക്കുക, അദ്ദേഹം രാത്രി ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ആരുടെയൊക്കെ നിർദ്ദേശങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ കണ്ടോൺമെന്റ് SHO ആരുടെയൊക്കെ ഫോൺ കോൾ റിസീവ് ചെയ്തിട്ടുണ്ട്, ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചത്. ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന്, അതായത് ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മറ്റാരെയും കൊണ്ട് ചെയ്യിപ്പിക്കണം. നമസ്കാരം. KSRTC ബസ്സിന് വേഗപ്പൂട്ടുണ്ടോ, അതിൻ്റെ വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ടോ, യദു എത്ര പ്രാവശ്യം ഡ്രൈവിങ്ങിനിടയിൽ ഫോൺ ചെയ്തു, കണ്ടക്ടർ എത്ര പ്രാവശ്യം ഫോൺ ചെയ്തു, യദു എത്ര കൂടി ബിസ്ക്കറ്റ് കഴിച്ചു, പാൻപരാഗ് കഴിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും മേയർ സഞ്ചരിച്ചിരുന്ന വണ്ടിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ടുണ്ടോ? മേയറും മേയറുടെ ഭർത്താവും MLA സച്ചിൻ ദേവും വണ്ടിയിലെ കണ്ടക്ടറും അടക്കം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ SHO അടക്കമുള്ള ആളുകളുടെ ഫോൺ പരിശോധിക്കുവാൻ ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെയെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഇത് എൻ്റെ വാക്കുകളല്ല, യദുവിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് അശോക് P. മേനോന്റെ വാക്കുകളാണ്. യദു എത്ര പ്രാവശ്യം ഡ്രൈവിങ്ങിനിടയിൽ ഫോൺ ചെയ്തു, KSRTC ബസ്സിന് വേഗപ്പൂട്ടുണ്ടോ, GPS സംവിധാനം ശരിയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്ന പോലീസും മോട്ടോർ വാഹന വകുപ്പും എന്തുകൊണ്ടാണ് യദുവിനെ നടുറോട്ടിൽ തടഞ്ഞു നിർത്തിയ മേയറുടെ വാഹനത്തിന് വേണ്ടത്ര ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത്? എന്തുകൊണ്ടാണ് യദുവിൻ്റെ കൂടെ അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന KSRTC കണ്ടക്ടറുടെ ഫോൺ കോളുകൾ പരിശോധിക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അന്നേ ദിവസം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SHOവിൻ്റെ ഫോൺ കോളുകൾ പരിശോധിക്കാത്തത്? എന്തുകൊണ്ടാണ് MLAയുടെയും മേയറുടെയും അന്നേ ദിവസമുള്ള ഫോൺ കോളുകൾ പരിശോധിക്കാത്തത്? ഇതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ കുറ്റകൃത്യത്തിൽ ആരൊക്കെയാണ് നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്, ആരൊക്കെയാണ് അല്ലാതെ ഇടപെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് അശോക് P. നായർ പറഞ്ഞിരിക്കുന്നത്. KSRTCയുടെ താൽക്കാലിക ജീവനക്കാരനായ യദുവും തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായ ആര്യ രാജേന്ദ്രനും നടുറോട്ടിൽ ഉണ്ടായ വിവാദങ്ങളെ തുടർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അതിനുശേഷം പോലീസിൻ്റെയും അധികാരികളുടെയും ഭാഗത്തു നിന്ന് യദുവിന് നേരിടേണ്ടി വന്ന പീഡനങ്ങളും വൈഷമ്യങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് ഇപ്പോഴും യദു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ചെല്ലാം യദുവിൻ്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് അശോക് P. നായർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. KSRTC ബസ്സിനകത്ത് വേഗപ്പൂട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും KSRTC ബസ്സിനകത്ത് മറ്റു സാധനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നും അന്വേഷിക്കുന്ന ഈ പോലീസുകാര് പ്രതിയായ അല്ലെങ്കിൽ മറ്റേ കേസിലെ വിക്ടിമായ മേയർ സഞ്ചരിച്ചെന്ന വാഹനത്തിന് ഫിറ്റ്നസ് ഉണ്ടോ, പൊല്യൂഷൻ ഉണ്ടോ എന്ന് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? കാരണം 2 മാസമായിട്ട് ആ വാഹനത്തിനകത്ത് പൊല്യൂഷൻ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ പരിവാഹൻ സൈറ്റിൽ കയറി നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇന്നും അവർക്ക് ആ വാഹനത്തിന് പൊല്യൂഷൻ ഇല്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നില്ല ഈ KSRTC ബസ്സിന്റെ 2 മാസമായിട്ട് വേഗപ്പൂട്ടില്ല എന്ന് അന്വേഷിക്കാൻ പറ്റുന്ന പോലീസിന് ആ വാഹനം ഓടിച്ചില്ല എന്നവർക്ക് കേസില്ല, ആ വാഹനം ഓടിച്ചു വന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്, ആ വാഹനത്തിൽ സഞ്ചരിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിരത്തിലിറങ്ങി ഓടുന്ന വാഹനത്തിന് പൊല്യൂഷൻ ഇല്ല എന്നിട്ട് പോലും നാളെ വരെയായിട്ട് ഒരു തരത്തിലുള്ള അന്വേഷണവും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഒരു സൈഡിൽ ബയാസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത് 27-ാം തീയതി വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന യദു തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ എത്ര പ്രാവശ്യം മൊബൈൽ ഫോണിൽ സംസാരിച്ചു എന്നുള്ളത് വരെ പോലീസിന് കണ്ടെത്താൻ പറ്റി. ആലോചിക്കണം. ഇൻസിഡന്റ് നടന്നിരിക്കുന്ന 27-ാം തീയതി രാത്രി 10:30-ക്ക് ശേഷമാണ് ഇഷ്യൂ ഉണ്ടാവുന്നത്. 27-ാം തീയതി ബസ് ഓടിച്ച് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ എത്തുമ്പോൾ എത്ര പ്രാവശ്യം മൊബൈൽ ഫോണിൽ സംസാരിച്ചു, എത്ര മണിക്കൂർ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് പറ്റുന്ന പോലീസ് 10 മണിക്ക് ശേഷം
ഈ പ്രതികളും കണ്ടക്ടറും മറ്റാൾക്കാരും ടവർ ലൊക്കേഷനിൽ ആരോടൊക്കെ സംസാരിച്ചു എന്ന് കണ്ടെത്തിയാൽ തന്നെ സുന്ദരമായിട്ട് ഇതിനകത്തുള്ള കോൺസ്പിറസി തെളിയും. ഏതൊക്കെ ഉന്നതര് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്നും ഈ വിഷയത്തിന് ആരൊക്കെ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടെന്നും സുഗമമായിട്ട് പോലീസിന് തിരിച്ചറിയാൻ പറ്റും. എന്തേ അത്തരത്തിലുള്ള അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇവരാരും തയ്യാറാവുന്നില്ല? പോലീസ് 100% ഇവിടെ ഇരട്ടത്താപ്പല്ലേ കാണിക്കുന്നത്? പോലീസിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോട് കൂടെ നിൽക്കേണ്ട പോലീസ് അല്ലെങ്കിൽ പൊതുജനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട പോലീസ് നിഷ്ക്രിയരാണ്. പോലീസ് പ്രവർത്തിക്കുന്നത് ഇപ്പോഴും മേയർ കൊടുത്ത പരാതിയിൽ അന്വേഷണം നടത്തുക, ചാർജ് കൊടുക്കുക, കോടതിയിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നയിച്ച് യദുവിനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുക എന്നുള്ളത് മാത്രമാണ് പോലീസ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ യദുവിന്റെ പരാതിയിലോ യദുവിന്റെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമോ യദുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ തിരിച്ചറിഞ്ഞതോ അറസ്റ്റ് ചെയ്യുക, അവരെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വിളിച്ചു വരുത്തി അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളും കഴിഞ്ഞ ഒരു മാസം വരെ നടക്കുന്നു. 27-ാം തീയതി ഒരു മാസമോ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം പോലീസ് നടത്തിയതായിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായ ഒരു എവിഡൻസ് ഹോൾഡ് ചെയ്യുന്ന റെക്കോർഡാണ് ആ മെമ്മറി കാർഡ്. ആ മെമ്മറി കാർഡ് ബസ്സിനകത്ത് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ബസ് സർവീസ് നടത്തുമ്പോൾ ബസ്സിനകത്ത് ഇല്ലായിരുന്നു എന്ന് KSRTCയോ അല്ലെങ്കിൽ കണ്ടക്ടറോ ആരും പറഞ്ഞിട്ടില്ല. ബസ്സിനകത്തുണ്ടായിരുന്ന മെമ്മറി കാർഡ് ഈ ഇൻസിഡന്റിന് ശേഷം നഷ്ടമായെന്ന് തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. അപ്പോൾ അതിനർത്ഥം KSRTC ബസ്സിനകത്തുണ്ടായിരുന്ന മെമ്മറി കാർഡ് രാത്രി 10-10:30 ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ അല്ലെങ്കിൽ യദുവിനെ ബസ്സിൽ നിന്ന് മാറ്റിയതിന് ശേഷം ആ മെമ്മറി കാർഡ് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ആ CCTV പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടക്ടർ പരിശോധിച്ചതായിട്ട് പുറത്തുള്ള CCTV ഫൂട്ടേജസ് വഴി പോലീസിന് മനസ്സിലാക്കിയിട്ടുള്ളതും പോലീസ് പറയുന്നുണ്ട്. എന്നിട്ടും അത്തരത്തിൽ ആ കണ്ടക്ടറുടെ ഫോൺ കോൾ പരിശോധിക്കുക, CDR എടുക്കുക, അദ്ദേഹം രാത്രി ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ആരുടെയൊക്കെ നിർദ്ദേശങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ കണ്ടോൺമെന്റ് SHO ആരുടെയൊക്കെ ഫോൺ കോൾ റിസീവ് ചെയ്തിട്ടുണ്ട്, ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചത്. ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത്, അതായത് ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മറ്റാരെയും കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇൻവെസ്റ്റിഗേഷൻ ബെറ്റർ ആയാൽ, അല്ലെങ്കിൽ ഈ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇൻവെസ്റ്റിഗേഷൻ മാറി മറ്റാരെങ്കിലും തന്റെ ഇടമുള്ള അല്ലെങ്കിൽ ധൈര്യമുള്ള ആരെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിച്ചാൽ ഈ ഫോൺ കോൾ റെക്കോർഡ്സുകൾ മാത്രം മതി ആ പറയുന്ന മെമ്മറി കാർഡ് എവിടെ പോയി എന്ന് കണ്ടെത്താൻ വളരെ ഈസി ആയിട്ട് നടക്കും. തമ്പാനിൽ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യുന്നു, 379, അതായത് മോഷണത്തിന് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യുന്നു. എന്നിട്ട് രണ്ടുപേർ, അല്ലെങ്കിൽ കണ്ടക്ടറെ വിളിക്കുന്നു, ATO വിളിക്കുന്നു, യദുവിനെ വിളിക്കുന്നു. ഈ മൂന്നുപേരെയും വിളിച്ച് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതല്ലാതെ ഒരു തരത്തിലും ആ അന്വേഷണം മുമ്പോട്ട് പോകുന്നില്ല. കാരണം അത് റിക്കവറി നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ നിസ്സാരമായി തെളിയും. യദുവിനെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് ചാർജ് കൊടുത്ത് യദുവിനെ ഈ കേസിനകത്ത് കുരുക്കുക എന്നുള്ളത് മാത്രമാണ് പോലീസിന്റെ ഏക ലക്ഷ്യം. സോൾ ഇന്റൻഷൻ അത് തന്നെയാണ്. കാരണം യദുവിന്റെ കേസിനകത്തോ അല്ലെങ്കിൽ യദു കൊടുത്ത പരാതിക്കകത്തോ അന്വേഷണമില്ല. യദുവിനെതിരെയുള്ള പരാതി അല്ലെങ്കിൽ യദുവിനെതിരെയുള്ള കേസ് വളരെ ശക്തമായിട്ട് അന്വേഷിക്കുന്നു. കണ്ടോൺമെന്റ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അത് നേരെ മ്യൂസിയത്തേക്ക് ഫോർവേഡ് ചെയ്ത് മ്യൂസിയം പോലീസ് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, സാക്ഷികളെ കണ്ട് ചോദിക്കുന്നു, യദുവിനെ ഡീറ്റെയിൻ ചെയ്ത് മറ്റു കാര്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു, മേയറുടെ 164 റെക്കോർഡ് ചെയ്യുന്നു. ഇനി അതിന്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞല്ലോ, സ്വാഭാവികമായിട്ട് ഇനിയിപ്പോ ചാർജ് ഫയൽ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഒരു സൈഡിലുള്ള കേസ് മാത്രമേ ഇവിടെ അന്വേഷണം നടക്കുന്നുള്ളൂ. മറ്റേ സൈഡിലെ കേസിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള അന്വേഷണവുമില്ല, യാതൊരു തരത്തിലുള്ള നീക്കവും പോലീസ് നടത്തുന്നില്ല.